ഹലോ ഗായ്സ്, നമ്മൾ നാട്ടിലേക്ക് പോകാൻ കേട്ടോ. നമ്മൾ റിയാദിൽ നിന്ന് പോവുകയാണ്. അപ്പം നമ്മൾ പോകാനായിട്ട് എല്ലാവരും ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ മോനോടാണ് പോകുന്നത്. അപ്പം എൻ്റെ അപ്പം പറയാണ് വാപ്പി ചിരിച്ചുകൊണ്ട് നിൽക്കണം, ഇങ്ങനെ ചിരിക്കണം എന്നൊക്കെ പറയാണ് കേട്ടോ. ഉള്ളിലൊക്കെ ഭയങ്കര സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ പുറമെ ഒന്നും കാണിക്കുന്നത് വളരെ സന്തോഷമായിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത്. ഇവിടെ തന്നെ എനിക്ക് ചെറിയൊരു പണിയും കൂടി കിട്ടിയിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ എന്തോ പറ്റിയിട്ടുണ്ട്. എൻ്റെ കണ്ണ് എനിക്ക് ഭയങ്കര വേദനയാണ്, ചുമന്നിരിക്കുകയാണ് കണ്ണ്. എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. റാഫിക്കും അവരുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിയാദ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് മെയ് 12 ഈവനിങ് 6:30 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. നമ്മൾ വന്നപ്പോൾ തന്നെ അവിടുത്തെ ക്യൂ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. എയറിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. അപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് ആദ്യം ക്യാൻസലായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വന്നു. പിന്നെ നമ്മളിപ്പോൾ അടുത്ത ആഴ്ചത്തേക്കുള്ള ഒരു ഫ്ലൈറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അടുത്ത മെസ്സേജ് വന്നു, ഫ്ലൈറ്റ് റിവൈസ് ആയിട്ടുണ്ട്, സമയം മാറിയിട്ട് 5:30 ആയി എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ മെസ്സേജ് വന്നു 6:30 ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമുക്ക് 6:30 രീതിയിൽ തന്നെ കൺഫേംഡ് ആണെന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ 6:30 ആയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പറയുന്നത് 1 hour ഡിലേ ആണെന്നുള്ള കാര്യം. അപ്പോൾ ആകെ ബഹളം തുടങ്ങിയിരുന്നു. പക്ഷേ അവർക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടിയതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരുടെ കൂടെ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരുള്ളത് കൊണ്ട് ഇപ്പം വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ല. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് നാട്ടിൽ പോകാനായിട്ട്. ആളിങ്ങനെ ഫ്ലൈറ്റ് വന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ആകെ ബഹളം വെക്കുമായിരുന്നു. എനിക്ക് ഇപ്പം തന്നെ പോകണം, നമുക്ക് മറ്റേ ഫ്ലൈറ്റ് പോകാം അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. പക്ഷെ നമ്മൾ 1 hour ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ പറ്റി. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ അപ്പം ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണിത്. അവൻ എന്നെക്കാട്ടിൽ മുന്നേ ഇറങ്ങി ഓടുമായിരുന്നു കേട്ടോ ഫ്ലൈറ്റിലേക്ക്. ഫ്ലൈറ്റ് പോവും, ഓടി വാമി പെട്ടെന്ന് കയറണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരുന്നു. നമ്മൾ അവിടെ വെച്ച ഒരു ഉമ്മാനും ഉപ്പേനെ പരിചയപ്പെട്ടിരുന്നു കേട്ടോ, ആലപ്പുഴയിലുള്ളത്. അത് ഇവരാണ് കേട്ടോ, ആ ഉമ്മയും വാപ്പയാണ്. നമ്മളുടെ സീറ്റിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് അവരുടെ സീറ്റും. നമ്മളങ്ങനെ സീറ്റിൽ കയറി ഇരുന്നിട്ട് ആൾ അപ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷൻസിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ആൾ കുറേ ഇങ്ങനെ എന്തൊക്കെയോ ഇരുന്ന് വായിക്കുകയാണ്. എന്നിട്ട് ചോദിച്ച് എന്തൊക്കെയാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുത്തി കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റിൽ അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവർക്കും കിടന്നുറങ്ങായിരുന്നു. അതുപോലായിരുന്നു ഒഴിവ് സീറ്റുകൾ ഉണ്ടായിരുന്നുള്ളത്. ഇപ്പം നമ്മുടെ സീറ്റ് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഉമ്മയും ഉപ്പയും ഇരിപ്പുണ്ട് കേട്ടോ. ഇപ്പം ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ ആ ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാവക്കുട്ടിക്കും ബെൽറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അതിനെയും പിടിച്ച് സീറ്റ് ഇരുത്തി ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയ സമയത്തുള്ള വെബാൻ്റെ ബഹളമാണ് കേട്ടോ. നമ്മൾ ഇവിടെ നെഞ്ചടിക്കുന്ന എന്തോ പോലെ ആവുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ടേക്ക് ഓഫ് ആയിട്ടാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇനി നമ്മൾ നേരെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, പിന്നെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട് ബൈറ്റ്സ് എന്നുള്ള ഈ കവറിനകത്ത് ഗ്രീൻ ആപ്പിളും പിന്നെ നോർമൽ ആപ്പിളും കൂടെ സ്ലൈസ് ചെയ്തത്, പിന്നെ നമുക്ക് ആപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബസ്സിലാണ് നമ്മുടെ ടെർമിനലിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അകത്ത് കയറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ ലഗേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ടായിരുന്നു.
വിളിക്കാനായിട്ട് നമ്മുടെ ഇക്കയുടെ ഉമ്മച്ചായ വാപ്പച്ചയും പിന്നെ അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൊച്ചാടെ മോളും ഉണ്ടായിരുന്നു. ഇവിടെ ഫ്ലൈറ്റ് ഒരു 2:30 കഴിഞ്ഞപ്പോഴത്തേക്കും ലാൻഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. രാവിലെ 7:30 ആയപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വന്ന ഡ്രസ്സൊക്കെ മാറി നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഇവിടെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു 11:30 കഴിഞ്ഞപ്പോഴാണ് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഒറോട്ടി, ഇറച്ചിക്കറിയും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ നമ്മുടെ ചെടികളൊക്കെ നോക്കി നടക്കാനായിട്ട് കുറേ രബ വന്ന് പറയുന്നത് തക്കാളി മൽബറി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ നല്ല പഴുത്ത് വാങ്ങി കുറേ പഴുത്ത് ചക്കയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. ഉച്ചയ്ക്ക് നല്ല അടിപൊളി മീൻകറിയും രസവും ചൂടത്തോരനും മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് നല്ലതായിട്ട് ചോറ് കഴിച്ചു. നമ്മളൊക്കെ തട്ടിക്കൂട്ടില്ലേ അവിടെയൊക്കെ മീൻകറി വെക്കുക. അങ്ങനെ ഉമ്മച്ചാടെ നല്ല അടിപൊളി മീൻകറിയും കൂട്ടി ചോറ് കഴിച്ചു. വൈകിട്ടാണെങ്കിൽ നല്ല രീതിയിലുള്ള മഴക്കോളുണ്ടായിരുന്നു. മഴ ഇപ്പോൾ പെയ്യുന്നു പറഞ്ഞുകൊണ്ട് നിൽക്കാറുണ്ട്, പക്ഷേ മഴ പെയ്തില്ല കേട്ടോ. നല്ല കാറ്റും ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ മഴയത്തൊന്ന് കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. രണ്ടുപേരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കാനുണ്ട്. കൊച്ചാടെ മോളുണ്ടായിരുന്നു, അവനുണ്ട്. രണ്ടുപേരും കൂടെ നിൽക്കാണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ കളിക്കാമെന്നും പറഞ്ഞിട്ട്. പക്ഷേ മഴയൊന്നും പെയ്തില്ല കേട്ടോ. പിന്നെ രാത്രിയിൽ എൻ്റെ വാപ്പച്ചയും ഉമ്മച്ചായും പിന്നെ എൻ്റെ കൊച്ചാടെ മോനും കൂടെ വന്നു കേട്ടോ. ഇവരെ കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് കൊട്ടാട്ടി പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ വന്നപ്പോൾ തന്നെ ആൾക്ക് കൊട്ടാട്ടി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ആ കാരണങ്ങളെ കൊണ്ട് നമ്മൾ നമ്മുടെ കൊച്ചാടെ മോളെ സഹലസിനോട് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വ്ലോഗാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.